നിങ്ങളെ കൊണ്ടാ നിങ്ങള് ബാപ്പുട്ടിയെ ആ നിന്റെ അനുസരിച്ച് തിരക്ക് വന്നേക്കണു. എന്തേടി വാപ്പ വന്നിട്ടുണ്ട്. അതിന് വാപ്പ നമ്മുടെ കുടിയും പറമ്പും വിൽക്കാൻ പോവാണ്. നോക്കാൻ ആ ലാസർ വന്നിട്ടുണ്ട്. മറ്റേയാളുണ്ട് കൂടെ, യാക്കോബ്. നനയും വളവും ഉണ്ടെങ്കിലേ നല്ല പൂ പോലെ പിടി. തേങ്ങാന്ന് വെച്ചാ നല്ല ഉള്ളുള്ള തേങ്ങയും. നനയ്ക്കാൻ വെള്ളത്തിനാണെങ്കിൽ ഒരു മോട്ടാർ വെച്ചാ പറ്റാത്ത കിണറുണ്ട്. നല്ല വേനലിക്ക് 4 ആൾക്ക് വെള്ളം. ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം എനിക്ക് ബോധിച്ചു. നിങ്ങൾ പറയണ വില നമുക്ക് അടുക്കാൻ പറ്റില്ല. നാസറേട്ടാ, അബ്ദുള്ളാഖാൻ അത്യാവശ്യമെന്ന് വെച്ച് നിങ്ങൾ വില കുറച്ച് കാണരുത്. യാക്കോബ്, ഒരു കച്ചവടമാകുമ്പോ കടുംപിടുത്തം പാടില്ല. എന്താ ലാസർ ഇവിടെ? ഏയ്, സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഒന്ന് നോക്കാന്ന് വെച്ചു. ആര് പറഞ്ഞു സ്ഥലം കൊടുക്കണമെന്ന്? ഇത് കൊടുക്കണല്ല, നിങ്ങൾ പുറത്തേക്ക് പോകണം. ഈ ആരാടാ ഇവിടുത്തെ? നിന്റെ സ്ഥലം ഞാൻ കൊടുക്കും. ഈ ആരാ ചോദിക്കാൻ? ഇക്ക് വാപ്പാന്റെ സ്ഥലം ഒരു മാങ്ങാത്തൊലിയും വേണ്ട. കെട്ടുപ്രായം കഴിഞ്ഞൊരു പെണ്ണിയെ കുടിയിലുണ്ട്. ഓളെ ആണൊരുത്തന്നെ ഇപ്പിടി ചേപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ വിൽക്കേ കൊടുക്കേ എന്ത് വേണോ ചെയ്യേ. മിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ മക്കളുണ്ടാക്കിട്ട് എന്തിനാ? നീ ഒന്നും മിണ്ടാതിരി. ഈ ആരാടാ പറയാൻ? എന്റെ മുറ്റത്ത് പറയാ നായിന്റെ മോനെ. ഈയാണ് ഞങ്ങളുടെ കുടുംബം തുലച്ചത്. കള്ളുകൂടിയും വേണ്ടത്ര പഠിപ്പിച്ച ഈയാ. ഇപ്പൊ ഞങ്ങൾ പറമ്പും കൂടി വിപ്പിക്കണം അല്ല? അത് എന്റെ ഇഷ്ടമാണ്. എന്റെ ചങ്ങയോട് മുന്നേ കൊല്ലി ഞാൻ. ഈ കൈ കൊണ്ട് തല്ല് ഉമ്മിണി ഞാൻ കൊണ്ടിട്ടുണ്ട്. ഈ കൈയിന്റെ തല്ല് കൊണ്ടുകൊണ്ടാ എന്റെ ഉമ്മ ചത്തത്. ഇനി ഈ കൈ കൊണ്ട് എന്നെ ഓളെ തൊട്ടാ കയ്യും കാലും ഓടിച്ചാൻ വിടും. എന്നിട്ട് ചോറ് തരും ചാവണ വരെ. പന്നി എന്നെ കൊല്ലുവല്ലടാ. അനക്കെന്നെ അറിയില്ല. കാണിച്ചു തരാം അവിടെ. ഉമ്മാടെ ഭാഗത്ത് കിട്ടിയ ഒരേക്കർ ഭൂമിയും പിന്നുണ്ടായ പൊന്നും പൊടിയും ഒക്കെ വിറ്റിട്ടാ ഓന്റെ കൂടെ ചേർന്ന് വണ്ടി മേടിച്ച് 10 പൈസ നമുക്ക് തന്നിട്ടില്ല. ഓളെ എനിക്ക് ഒരുത്തന്റെ കൂടെ പിടിച്ച് ഏൽപ്പിക്കണ്ടേ? ഉമ്മയില്ലാത്ത മക്കളാ. ഇത്തിരി സ്നേഹം ഞങ്ങൾ കാണിച്ചാലെന്താ? ഇപ്പൊ കേറി കിടക്കണ കുടിയും കൂടി വിൽക്കണമെന്ന് പറഞ്ഞാ നിങ്ങൾ പറ. ഒക്കെ ശരി, എന്നാലും ബാപ്പയല്ലേ, ഈ അങ്ങനെ പറയാവോ? തല്ല് കയ്യും കാലും ഒടിക്കുന്നൊക്കെ പറഞ്ഞാ പറിച്ചോൻ പൊറുക്കോ? അപ്പോഴത്തെ കലിക്ക് ഞാൻ പറഞ്ഞതാ. ഞാനങ്ങനെ ചെയ്യും തോന്നണുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എന്നാലും പറഞ്ഞു പോയല്ലോ. ഈ മാപ്പ് പറയണം, അതിലൊരു കുറച്ചിലും ഇല്ല. സ്വന്തം ബാപ്പയല്ലേ. ഞാൻ പറയാം. എന്നായി ചെല്ല്, കുളി കഴിഞ്ഞ് പള്ളി വന്ന് നിസ്കരിച്ചിട്ട് പോ. വണ്ടിക്ക് ടയറെന്നും പണിയെന്നും പറഞ്ഞ് കായറക്കണതല്ലാതെ ഒന്നും തിരിച്ചു കിട്ടണില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോണത് എന്തിനാണ്? കാശ് വരണ പോലെ ചെലവുണ്ട്. ബ്രാൻഡി ഷോപ്പിൽ കൊടുക്കണ കാശ് കാശല്ലേ? യശോദ മേടിക്കണ കാശ് കാശല്ലേ? അതിനൊക്കെ ഒരു കണക്കില്ലേ യാക്കോവേ? അപ്പൊ നിങ്ങക്ക് കണക്ക് കാണണം അല്ലേ? എന്നെ വിശ്വാസമില്ല. ഈ എഴുതാപ്പുറം വായിക്കല്ലേ യാക്കോവേ? കണക്ക് പറയണ്ടപ്പ, കണക്ക് പറയണം. കണക്ക് ചോദിച്ചാ പിണക്കം. ബുദ്ധിമുട്ടാണെങ്കിൽ ഇമ്മക്കിത് വിൽക്കാം. അല്ലെങ്കിൽ ഞാൻ ഇറക്കിയ കായ്ഞ്ഞ എന്നേക്ക് ഈ ഒറ്റയ്ക്ക് നോക്കിക്കോളി. മെഴിച്ച് നിൽക്കാണ്ട് ആ ടയറിങ് എടുക്ക്.
ഇന്നലെ യശോദ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ ഞാൻ കണ്ണുമിടിക്കേ. അത് ശരി. അപ്പൊ യശോദ പറയുന്നത് കേട്ടിട്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് കണക്ക് പറയുന്നല്ലേ? അബ്ദുള്ളാക്ക, നിങ്ങൾ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെയാ. അല്ലെന്ന് ഞാൻ പറഞ്ഞ ഈ ആ ടയറിറക്ക്. പാപ്പാ, പാപ്പാ, മോനെ, പാപ്പാ, പാപ്പാ, പാപ്പാ. ഈ ബാപ്പുട്ടി അബ്ദുള്ളാക്കാനെ കൊന്നു. ബാപ്പുട്ടി അബ്ദുള്ളാക്കാനെ കൊന്നു. പാപ്പുട്ടിയെ ഈ ഉറങ്ങായിരുന്നോ? ഞാൻ മണിയരായി വന്നിട്ട്. വന്നു എന്നറിഞ്ഞിട്ട് എന്നെ വന്ന് കാണാൻ ഒരു മടി. എന്തിന്? നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നോടല്ല, എൻ്റെ ഷാഹിദിനോടാ ഞാൻ തെറ്റ് ചെയ്ത്. പടച്ചോൻ ഓരോന്ന് നിശ്ചയിക്കണു. അത് തടയാൻ പറ്റുമോ നമ്മൾ മനുഷ്യന്മാർക്ക്? പടച്ചോന് കണ്ണും മൂക്കുമില്ല, ചങ്കും കരളുമില്ല. അതിന്റെയൊക്കെ സ്ഥാനത്ത് കല്ല്. പാപ്പുട്ടിയെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവൂ, എന്റെ കുടുംബം ഇങ്ങനെ ആവൂ? പറ. വിധിയാണ്, ഒക്കെ വിധിയാണ്. കഴിഞ്ഞതൊക്കെ ഓർത്ത് ബേജാറാകണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഇഞ്ഞെന്താന്ന് ആലോചിക്കുക. അതാണ് ഞാൻ ആലോചിക്കണത്. യാക്കോവ് പോടുണ്ട് മോലേരെ, ഓനെ ഞാൻ വിടൂല. അതിനിഞ്ഞ് നരകത്തിൽ പോണം. ഓൻ മരിച്ച് നരകിച്ച് അന്ന് 2 കാലും മുറിക്കേണ്ടി വന്നല്ലോ. അതങ്ങോട്ട് പഴുക്കാൻ തുടങ്ങി. 3 കൊല്ലം വേദന തിന്ന് കഴിഞ്ഞതിൻ്റെ 9 കൊല്ലം ചത്ത്. പടച്ചോന് കണ്ണും മൂക്കില്ലാഞ്ഞിട്ടത്. ആവാ കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് ഇനി സമാധാനമായിട്ട് ജീവിക്കുക. ജീവിക്കണമെന്ന് വലിയ ആശയമൊന്നുമില്ല. എന്ത് ജീവിതം? ഒരുത്തനും എന്നെ വിശ്വസിക്കൂല, മാനിക്കൂല. പാപ്പുട്ടി പാപ്പാനെ കൊന്നോനാ. ആദ്യം അവനവനെ വിശ്വസിക്കണം. നമ്മുടെ ഉള്ള നമ്മളെ കുത്താണ്ടിരുന്ന അതന്നെ ഏറ്റവും വലിയ കാര്യം. കരക്കാരും കൂട്ടക്കാരും മുഴുവൻ മാനിച്ചാലും അന്റെ ഉള്ള അന്നെ മാനിക്കണില്ലെങ്കിലോ, അതെന്നെ കുത്തിക്കൊണ്ടിരുന്നാലോ സുഖം ഉണ്ടാവൂ? എൻ്റെ ഉള്ളില്
ഞാൻ തെറ്റുകാരനല്ല. പിന്നൊന്നുമില്ല, ഈ വെളിച്ചത്ത് വാ. കുടീന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കാണ്ട് മനുഷ്യന്മാരുടെ മുന്നിൽ വാ. ലാസറേ, എന്റെ ബാപ്പുട്ടി, അന്ന് കേശവേട്ടനും അബ്ദുള്ളക്കും വന്ന് പറഞ്ഞോണ്ടാ ഞാൻ വന്ന് നോക്കിയേ. അത് നീ അറിഞ്ഞോണ്ടാന്നാ ഞാൻ കരുതിയേ. എന്ത്? അന്ന് ആ വീടും പറമ്പും വന്ന് നോക്കിയത്. ഓ, അതാണോ? ഈ ഒരു മതി ബീഡി തീപ്പെട്ടിയതാ. കയ്യിലിരിക്കട്ടെ, ഞാൻ മേടിച്ചോളാം. കായുള്ളപ്പോ എന്തിനാ കടം? ബാക്കി ഇവിടെ കിടന്നോട്ടെ, പണ്ട് കുറച്ച് ചില്ലറയാൻ തരാണ്ട്. ഇന്നും കുമ്പളങ്ങ. വേറൊരു കറി അമ്മയ്ക്ക് വെക്കാൻ അറിയില്ലേ? വേറെ എന്താച്ചാ കൊണ്ടുപോവാ നീയെ, ഇതെങ്കിലും കിട്ടണുണ്ടല്ലോ എന്ന് വിചാരിക്കേ. നല്ല കോഴിയിറച്ചി വെച്ച് കഴിച്ചിട്ടുണ്ടോ അമ്മ? എന്ത് രുചിയാന്നറിയോ? ഏയ് അസത്ത്, കണ്ടെടുത്തുനിന്നൊക്കെ കിട്ടുന്നത് തിന്നിട്ട് രുചി ഒരു അറപ്പില്ലേ ചക്കന്. നമുക്കൊരു ദിവസം ഒരു കോഴിനെ തട്ടിയാലോ? ഓപ്പോൾ വെച്ചു തരൂ. ഏയ് ഇവിടെ പറ്റില്ല. എവിടുന്നാ നിനക്ക് കോഴി? കോഴിക്കാ പഞ്ഞം. നമ്മടെ മുറ്റത്ത് എത്ര കോഴിയാ വരണേ? ഒരെണ്ണത്തിന് സൂത്രത്തിൽ തട്ടണം. കക്കേ എപ്പോഴും ദുർബുദ്ധിയാ തലയില്. ഇറച്ചി മീനും ഒക്കെ തിന്നാൻ കൊതിയുണ്ടെങ്കിലേ ഒരു അറുപതുകാരന്റെ മോളെ കിട്ടുന്നീ. ഒരു ചെറിയ ഐഡിയ ഉണ്ട്. അറവുകാരൻ സേതലിവിക്ക് ഒരു മോളുണ്ട്. മൊഞ്ചത്തെയാ, ഒരു പാത്തുമ്മ. ഓളെ കെട്ടിയാ എന്നും കോഴി ബിരിയാണിയും കോഴി പൊരിച്ചതും. പോരാണിട്ട് ഒരു വർത്താനം, കാക്കാമാര് കൊല്ലുന്നിന്നെ. അതിന് വഴിയുണ്ട്. ഒന്ന് പൊന്നാനി വരെ പോണം, ഒരു തുപ്പി വാങ്ങണം, അത്രേ ഉള്ളൂ. രമേശ, ഇത്തിരി കൂടുതലുണ്ട് നീയെ. ഈ അമ്മയ്ക്ക് ഒരു ഹ്യൂമർ സെൻസും ഇല്ല. ഒക്കെ സീരിയസ് ആയിട്ട് എടുത്താ എന്നെ നമ്മളൊക്കെ വല്ല വിഷവും വാങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടതാ. രമേശ, നീ എന്തെങ്കിലും പറയും, ചിരിപ്പിക്കണ എന്തെങ്കിലും. അമ്മയ്ക്ക് ഇപ്പൊ ഒരു സിനിമാ നടിയുടെ ചായ ഉണ്ട്. ഇനി ഷൂട്ടിംഗുകാർ വരുമ്പോ നമുക്കൊരു ചാൻസ് കിട്ടും, നോക്കാം. കേൾക്കുന്നില്ല. ഒന്ന് കുളിച്ചിട്ട് വരാം, അപ്പഴേ മൂഡ് മാറും. ദിവസം എത്ര പ്രാവശ്യമായി ചെക്കന് കുളി? അതിനിപ്പോ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ആരോഗ്യത്തിനും ഉന്മേഷത്തിനും അത്യുത്തമം. ഇടയ്ക്ക് ആമിന് ചെന്ന് അടിച്ചു ഉടച്ചിടും. 2-3 കൊല്ലം ഞാൻ തെങ്ങിനെ നനയ്ക്കുകയും വളമിടുകയൊക്കെ ചെയ്തു. ആകാശ നഷ്ടാ. തേങ്ങ അപ്പടി കള്ളന്മാരും കൊണ്ടുപോകും. ശരിക്കും നോക്കിയാ ഒരു കുടുംബം കഴിയാം. അല്ല, ഇനി എന്താ നിശ്ചയിച്ചേക്കണേ? എന്ത്? ജീവിക്കണ്ടേ? ദൂരെ എവിടെയെങ്കിലും പോണം പണിക്ക്. എന്താ നാട്ടിപ്പണിക്ക് കുഴപ്പം? ഒരു പെണ്ണൊക്കെ കെട്ടി കുടുംബമായിട്ട് കഴിയണ്ടേ? ഇനിയൊന്നും ശരിയാവില്ല. ഈ കാക്കിക്ക് ഇവിടെ പായ വിരിക്കട്ടെ, നല്ല കാറ്റാ പാടത്തുനിന്ന്. വേണ്ട, ഒറ്റയ്ക്ക് ആരില്ലാത്ത ആ വീട്ടിൽ എന്തിനാ കിടക്കണേ? സാരമില്ല. പോണ്ടാന്ന് പറയ് കാക്കനോട്. ഇഷ്ടമുള്ളിടത്ത് കിടക്കട്ടെ. നീ പായ വരികെ, ഉറക്കം വരണോ? ആരാടത്?
നിക്കടാ അവിടെ. ദാ അവിടെ നിൽക്കാൻ. ദാ. കക്കാൻ നടക്കണം. നായിന്റെ പക്ഷി. പൊന്നടാ. ഓൻ എങ്ങടെ പോനാ? കള്ളനാ ഓൻ. എന്റെ തെങ്ങുമ്പല തേങ്ങാ മുഴുവൻ ഓനെ കേക്കണേ. രമേശ എന്താ കുട്ടി കേക്കണേ? കള്ളം കൊണ്ടുവന്ന തുടങ്ങിയിട്ട് നാളെ കുറയായി. ഏതാണോടാ ഈ പറയണ? നീ മോഷ്ടിച്ചു? ഇത്രയും നാളും നീ ഓപ്പോളെ അമ്മേ ഇങ്ങനെയാ പോറ്റിയത്. ഇതിലും ഭേദം നീ പറഞ്ഞ മാതിരി വിഷം വാങ്ങി കഴിക്കായിരുന്നു. പോട്ടെ, സാരമില്ല. നിൽക്കൂ. ദേവി ഇതാരോടും പറയരുത്. എന്റെ കുട്ടിക്ക് തെറ്റുപറ്റിയതാ. ഇനി ഉണ്ടാവില്ല. നിങ്ങളുടെ നഷ്ടത്തിന് തരാൻ ഇവിടെ ഇതേ ഉള്ളൂ. വിലയുള്ളതായിട്ട്. വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഒന്നും വിചാരിക്കണ്ട, വാങ്ങൂ. അമ്മ അവനകത്തേക്ക് കൊണ്ടുപോകും.